അല്ല, അതൊരു പൊതുപ്രസംഗത്തിൽ വന്നു കയറുന്നൊരു പിഴവാണ്. കാരണം ചില വേദികളിൽ വരുന്ന അപൂർവമായി വരുന്ന ഒരു പിഴവാണത്. കാരണം നമ്മൾ പറയാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യം ചിലപ്പോൾ നമ്മുടെ അബോധത്തിൽ നിന്ന് കയറി വന്ന് കളയും. അത് വലിയ നേതാക്കൾക്ക് വന്നിട്ടുണ്ട്, എത്രയോ പേർക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അത് വരാൻ പാടില്ലാത്തതാണ്. എൻ്റെ കാര്യത്തിലുണ്ടായത് അത് എൻ്റെ പാർട്ടിയുടെ രാഷ്ട്രീയത്തിൻ്റെ പൊതു സ്വഭാവത്തിന് നിരക്കാത്തൊരു പരാമർശമായിരുന്നു. അതായത് സ്ത്രീകളെക്കുറിച്ച് ഞങ്ങൾക്കുള്ള കാഴ്ചപ്പാടിന് യോജിക്കാത്തൊരു പരാമർശമാണത്. പക്ഷെ അത് അബോധമായിട്ട് വന്നതാണ്. കാരണം നമ്മളൊരു പുരുഷാധിപത്യ സമൂഹത്തിനകത്ത് ജീവിക്കുമ്പോൾ വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് അകത്തത് ആശയം ഉണ്ടാവും. നമ്മളതിനോട് എങ്ങനെ സമരം ചെയ്താലും ചിലപ്പോൾ അത് പുറത്തു ചാടും. അപ്പം നമുക്കത് ചെയ്യാവുന്നത് തിരുത്തുകയും നമ്മൾ സ്വയം അഴിച്ചു പണിയുകയും വീണ്ടും വീണ്ടും തിരുത്താൻ ശ്രമിക്കുകയാണ്. ഞാൻ അതിനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഖേദപ്രകടനം നടത്തിയത്. മറ്റാരും ചെയ്യാത്തൊരു കാര്യം ചെയ്താൽ അതുകൊണ്ടാണ്. അത് മഹാകാര്യമായതുകൊണ്ടല്ല, അത് രാഷ്ട്രീയമായിട്ടത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ്. എൻ്റെ പാർട്ടിയും എന്നെ ആ നിലയ്ക്കാണ് തിരുത്താൻ ശ്രമിച്ചത്. യു ഡി എഫിനെ സംബന്ധിച്ച് അവരുടെ പ്രശ്നം വേറെയാണ്. യു ഡി എഫിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് യു ഡി എഫിന് ഇത് ഓൺ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ തന്നെ തള്ളിക്കളഞ്ഞൊരു കാര്യം യു ഡി എഫോ ആർ എം പി ഐയോ ഓൺ ചെയ്യണമെന്ന് പറയുന്നതിൽ കാര്യമില്ല. പക്ഷേ എനിക്കെതിരെ വിമർശനം ഉയർത്തിയ സാംസ്കാരിക നായകന്മാരും എഴുത്തുകാരും കലാപ്രവർത്തകരൊക്കെ ഒന്ന് ദയവായിട്ട് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴെ വരുന്ന CPIM-ൻ്റെ വിമർശനങ്ങൾ കാണുന്നത് നല്ലതാണ്. ഞാനത് ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല, കമൻറ്റ് ബോക്സ് പൂട്ടി വെച്ചിട്ടില്ല. അതിനോട് അവരുടെ ഒരു പ്രതികരണം, അവരെത്രത്തോളം CPM എങ്ങനെയാണ് സ്ത്രീകളുടെ പ്രശ്നത്തെ കാണുന്നതെന്നുള്ള അതിനകത്ത് വ്യക്തമാണ്. ഞാനത് ഡിലീറ്റ് ചെയ്യാത്തത്, ഞാനത് ഭാവിയിൽ ഒരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. CPM-ന് സമർപ്പിച്ചുകൊണ്ട് അതൊരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഒരുപാട് കമൻറ്റുകൾ വന്നോട്ടെ എന്നുള്ളതാണ് എൻ്റെ നിലപാട്. അത് ഒരു പുസ്തകമായിട്ട് തന്നെ പ്രസിദ്ധീകരിക്കും. ഈ കേവലം ഒരു മാപ്പപേക്ഷയിൽ തീരില്ല, ഇത് താങ്കളുടെ ഉള്ളിലുള്ള ഒരു ബോധമാണ്, അതുകൊണ്ട് അത് മാപ്പ് പറഞ്ഞ് കൈ കഴുകാൻ കഴിയില്ല, ആ രീതിയിലൊക്കെയാണ് വെച്ചാൽ ഇത് പറഞ്ഞതുകൊണ്ട് ഇനി പിന്നെ ഒരു മോചനം ഇല്ല എന്നുള്ള രീതിയിലാണ്. ഇല്ല, കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് സ്വയം വിമർശനം എന്നുള്ളതാണ് അവരുടെ മുമ്പിൽ ഏറ്റവും വലിയ ആശയം. അവർക്ക് തെറ്റുപറ്റിയാൽ അവർ തിരുത്താതിരിക്കുന്നതാണ് കുഴപ്പം. EMS പോലുള്ളവർ പോലും അവർക്ക് പോലും തെറ്റുപറ്റിയിട്ടുണ്ട്. അത്രയും മഹാന്മാരായ ആളുകൾ തെറ്റുപറ്റിയിട്ടുണ്ട്. അവർ തിരുത്തിയിട്ടുണ്ട്. തിരുത്തുക എന്നുള്ളതാണ് പ്രധാനം, തെറ്റാവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇതൊരു നമ്മുടെ അബോധ മനസ്സെന്ന് വരുന്ന ഒരു പുരുഷാധിപത്യപരമായ ഒരു പ്രയോഗം അവർ തെറ്റാണെന്ന് ബോധ്യപ്പെടുകയും പിന്നീട് ആവർത്തിക്കാതിരിക്കുകയും നമ്മളെ തന്നെ അഴിച്ചു പണിയുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിനപ്പുറം വേറെ ഒരു പ്രയോഗമില്ല. ഇതൊരു അവസരമായിട്ട് എടുക്കുകയാണോ CPM, അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങളുടെ ആക്രമണത്തിനുള്ള? തീർച്ചയായിട്ടും. CPM-നെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ അവരുടെ കണ്ണിലെ കരടാണല്ലോ. അവർ ചന്ദ്രശേഖരനെ കൊന്നോടുകൂടി ഈ പ്രസ്ഥാനം അവസാനിച്ചെന്ന് കരുതിയാണ്. പക്ഷേ ഇത് അങ്ങനെ അവസാനിക്കുന്നില്ല. ഇത് വീണ്ടും വീണ്ടും കയറി വരികയാണ്. രാഷ്ട്രീയത്തിൽ ഇടപെടുന്നുണ്ട്, പുതിയ പ്രശ്നങ്ങളിലേക്ക് ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്കെതിരെ കേരളത്തിൽ ഒരു പ്രസ്ഥാനത്തെ അവർ സമ്മതിച്ചിട്ടില്ല. അവർക്ക് എതിരെ വിമർശനം ഉന്നയിക്കുന്ന ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തെ അവർ ജീവിക്കാൻ വിട്ടിട്ടില്ല. ഞങ്ങൾ മാത്രമാണ് അതിജീവിച്ച് നിൽക്കുന്നത്. അതിലവർക്ക് പ്രശ്നമുണ്ട്, പക്ഷേ ഞങ്ങളതൊക്കെ നേരിട്ട് മുന്നോട്ട് പോകും. ഈ വടകരയുള്ള ഒരു രജിസ്ട്രേഷൻ വാഹനമാണല്ലോ വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ഏതെങ്കിലും പാർട്ടിയുടെ ഒരു തീരുമാനപ്രകാരമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണെന്ന് അങ്ങനെ കരുതാൻ പറ്റുമോ ഇതിന്? തീർച്ചയായിട്ടും CPM-ൻ്റെ ആളുകളല്ലാതെ മറ്റ് ആരെങ്കിലും ഇവിടെ വന്നിട്ട് ഒരു ആക്രമണം നടത്തേണ്ട കാര്യമില്ല. കാരണം ഇവിടെ വേറെ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളോ വ്യക്തിപരമായ സ്പർദ്ധകളോ ഒന്നും ഇല്ലാത്ത സ്ഥലമാണ്. ഇവിടെ അങ്ങനെ ഒരു ആക്രമണം നടത്താൻ കഴിയുന്ന ആളുകളുമില്ല, ഒരു പാർട്ടിക്കകത്തുമില്ല. അതുകൊണ്ടത് ഇവിടെയുള്ള ചില ആളുകളുടെ സഹായം കിട്ടിയിരിക്കാം, പക്ഷേ അത് പുറത്തുനിന്ന് വന്ന ആളുകളാണ്.